ഹലോ ഗായ്സ്, എൻ്റെ 98 സബ്സ്ക്രൈബേഴ്സിക്ക് വണക്കം. ഞാൻ ബ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്തത് ഇതുവരെയുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പോയി കണ്ടിട്ട് ഇത് കാണാം, എങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഫീസും ഇപ്പോഴത്തെ അവിടുത്തെ സ്ട്രക്ചറും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 500 രൂപ മുടക്കി നമ്മൾ 4th വീക്കിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ 500 രൂപ മുടക്കി ഈ ഫൗണ്ടേഷൻ പാസ്സായാൽ പൈസ തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ പൈസ പോവും. കഷ്ടകാലത്തിന് എൻ്റെ വാശിപ്പുറത്ത് 500 രൂപ മുടക്കി 4th വീക്ക് ഞാൻ ഡയറക്റ്റ് പോയി അങ്ങ് അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ പാസ്സായി കേട്ടോ. എന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. പോടാ മ്യൂസിക്. ഫ്രാൻസ് കളിച്ച് തളർന്നുപോയി. പക്ഷെ പാസ്സായതൊക്കെ ശരി തന്നെ. തട്ടി മുട്ടി എങ്ങനെയൊക്കെ അങ്ങോട്ട് പാസ്സായി, അതാണ് സത്യം. വലിയ ഷോ കാണിക്കുന്നതൊന്നുമല്ല. പിന്നെ പാസ്സാകാതെ കഴിഞ്ഞ 2 വർഷം ഇതിൻ്റെ പുറകെ നടന്നിട്ട് പാസ്സായില്ലെന്ന് പറഞ്ഞാൽ മോശം, വളരെ മോശമായി പോകും. അതുകൊണ്ട് പഠിച്ചങ്ങോട്ട് പാസ്സായി. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കോർജാവ കോഴ്സ് ഓൺലൈനായിട്ട് എടുത്ത് പഠിച്ച്, അതുപോലെ പാറ്റേൺ, അറേ, ഊപ്സ് ഇതെല്ലാം ഒരു 50 തൊട്ട് 100 ക്വസ്റ്റ്യൻ വരെയെങ്കിലും ഓരോന്നിനും ചെയ്ത് പഠിച്ചു. ഈ ബുക്ക് ഇതെല്ലാം ഞാൻ ചെയ്ത് പഠിച്ച ബുക്കാണ്. ഒരു 4 ബുക്കെങ്കിലും ഞാൻ ഇത് ഏകദേശം എഴുതി പഠിച്ചിട്ടുണ്ട്, 4-5 ബുക്ക്. എന്നിട്ടൊക്കെയാണ് ഇത്രയും പാസ്സായത്, അല്ലാതെ വെറുതെ ചുമ്മാ പോയി പാസ്സായല്ല. പിന്നെ ആരെങ്കിലും ജോയിൻ ചെയ്തതായിട്ടോ ചെയ്യാൻ പോകുന്നവരോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് എഴുതി തന്നെ പഠിക്കണം. ഐട്രേഷൻ എഴുതി ഐട്രേഷൻ്റെ കൂടെ പോയി അത് മനസ്സിലാക്കി ഡെയിലി ഒരു 10 തൊട്ട് 15 പ്രോഗ്രാം എങ്കിലും കുറഞ്ഞത് എഴുതി തന്നെ പഠിക്കണം, എങ്കിലേ ഇത് മനസ്സിലാവും. പിന്നെ ഫീസിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ബ്രോ ക്യാമ്പിലെ സ്ട്രക്ചർ, ഇതെല്ലാം മുന്നത്തെ വീഡിയോകളിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്യുക. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാൻ രണ്ടിനും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കമന്റോ മെസ്സേജോ ഉണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക, എനിക്ക് ഒന്ന് തർക്കിക്കാൻ വയ്യ. പിന്നെ പഠിക്കാൻ പോകുന്നവർക്കും പഠിക്കുന്നവർക്കും ഉണ്ടെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെന്നുള്ളത് ചെയ്താൽ മതി. പിന്നെ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ളതായിട്ടോ എന്തെങ്കിലും തെറ്റിപ്പോയതായിട്ടോ ഈ കഴിഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എനിക്ക് അതനുസരിച്ച് നോക്കാനാണ്. പിന്നെ ശരി, ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.